കൊല്ലം പട്ടാഴിയിൽ നിന്ന് കാണാതായ 2 കുട്ടികളുടെ മൃതദേഹം കല്ലടയാറ്റിൽ കണ്ടെത്തി. പട്ടാഴി സ്വദേശികളായ ആദിത്യൻ, അമൽ എന്നിവരാണ് മരിച്ചത്. കുളിക്കാനിറങ്ങവെ അപകടത്തിൽപ്പെട്ടതാകാം എന്നാണ് പ്രാഥമിക നിഗമനം. ഇന്നലെ വൈകുന്നേരം മുതലാണ് പട്ടാഴിയിൽ നിന്നും കുട്ടികളെ കാണാതായത്. രാത്രി വൈകിയും പരിശോധന നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. രാവിലെ 6:30യോടെ മൃതദേഹങ്ങൾ കല്ലടയാറ്റിൽ പട്ടാഴി ആറാട്ടുപുഴ പാലത്തിന് സമീപമാണ് കണ്ടത്. പട്ടാഴി വടക്കേക്കര സ്വദേശി അനി, ശ്രീജ ദമ്പതികളുടെ മകനാണ് അമൽ. പട്ടാഴി സ്വദേശി ആദേശിന്റെയും സരിതയുടെയും മകനാണ് ആദിത്യൻ. ഇരുവരും വെണ്ടാർ ശ്രീവിദ്യാധിരാജ സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥികൾ. ആ സമയം രാത്രി വന്ന് തപ്പിയ സമയത്ത് ഇത് ബോഡിയൊന്നും കണ്ടില്ല. ഈ ഒരു ലക്ഷണം അവിടെ കാണിച്ചുമില്ല. ചെരുപ്പിന് കയറി വല്ലാന്ന് സംശയിച്ച് അങ്ങനെ ഒരു സംശയത്തിരുന്നു. രാവിലെ പയ്യനെ കൊണ്ട് കാണിച്ച പയ്യൻ പറയുകയും ചെയ്തു ഇത് ആണെന്ന് പറഞ്ഞു. അപ്പോഴും ഞങ്ങൾ വീണ്ടും ഇവിടോട്ട് വന്നു. വന്നപ്പോഴത്തേനും ഇവിടെ ഉള്ളവർ ആരോഗ്യം കണ്ടു ബോഡി. അപ്പോഴത്തേന് ഞങ്ങൾ വന്നപ്പോഴത്തേനും ഇവിടെ ആളായി. കുട്ടികൾ പട്ടാഴി ദേവീക്ഷേത്രത്തിലെ ഉത്സവത്തിന് പോയതാകാമെന്നാണ് രക്ഷിതാക്കൾ ആദ്യം കരുതിയത്. രാത്രി വൈകിയും വീട്ടിലെത്താതിരുന്നതോടെ പത്തനാപുരം പോലീസിൽ പരാതി നൽകി. പോലീസും നാട്ടുകാരും തിരച്ചിൽ തുടരവെയാണ് മൃതദേഹം ലഭിച്ചത്. കുളിക്കാനിറങ്ങവെ അപകടത്തിൽപ്പെട്ടതാകാമെന്നാണ് പോലീസ് നിഗമനം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാലേ മരണകാരണം വ്യക്തമാകൂ. മീഡിയ 1 കൊല്ലം.